ഹായ് ഓൾ നമസ്കാരം, എല്ലാവർക്കും മല്ലു ഫാമിലി ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളുടെ അടുത്ത ഒരു വ്ളോഗാണ്. ഈ ഒരു വ്ളോഗിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ നമ്മുടെ മൈക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും എവിടെ നമ്മുടെ മൈക്ക്, ആ മൈക്കിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്കത് തോന്നുന്നില്ല. കാരണം ഒരു ഗുഹയിൽ ഇട്ട് സംസാരിക്കുന്ന ഒരു ഫീല്. അപ്പോൾ ആ മൈക്ക് ഇപ്പം യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം. കാരണം നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കണ്ടന്റ് ഇങ്ങനെ ചിന്തിച്ചു വരുന്നപ്പോഴാണ് നമുക്ക് തോന്നിയത് നമ്മൾ അന്നുവിനെ ഇന്ന് പരിചയപ്പെടുത്താം. അന്നു നമ്മുടെ ആഗ്നേയ മോളാണ്. അപ്പോൾ 4 വയസ്സാണ് ആഗ്നേയയ്ക്ക്. ഇപ്പോൾ LKG പഠിക്കുന്നു. അവളെ നമുക്ക് എന്തായാലും നമ്മളുടെ ഈ ഒരു വ്ളോഗിൽ കാണാം. ഒരു പരിചയപ്പെടുത്തൽ വീഡിയോ ആണിത്. സോ എന്തായാലും നമ്മളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും നമ്മുടെ വീഡിയോ കണ്ടതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. തുടർന്ന് ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുക, നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക എന്ന് നമ്മളുടെ കൂടെ തന്നെ ഹാപ്പിയായി സന്തോഷത്തോടെ അങ്ങിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആഗ്നേയയെ പരിചയപ്പെടാം. ആഗ്നേയ എന്നാണ് പേര് എങ്കിലും, ആഗ്നേയ ശ്രീജിത്ത് എന്നാണ് മൊത്തത്തിൽ പേര് എങ്കിലും അന്നു എന്നാണ് കോമൺലി അവൾ അറിയപ്പെടുന്നത്. ആ ഒരു പേര് വന്നതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. കാരണം അവൾ തന്നെയാണ് ആ ഒരു പേര് അവൾക്ക് ഇട്ടത്. അന്നു എന്ന് സ്വയം ഇട്ട പേരാണത്, അന്നു. നമ്മൾ എൻ്റെ വീട്ടിൽ അവളെ ചക്കി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അവളെ തന്നെ ഇട്ട പേര് അന്നു എന്നും ഇപ്പോൾ എല്ലാവരും അന്നു എന്ന് തന്നെയാണ് അവളെ വിളിക്കുന്നത്. അനു എന്ന് പലരും തിരിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ അനു അല്ല, അന്നു, ANNU, അന്നു. അത് അവൾക്ക് തന്നെ ഇട്ട പേരാണ്. സോ നമുക്ക് അന്നുവിനെ സ്വാഗതം ചെയ്യാം നമ്മളുടെ ഈ ഒരു ചാനലിലേക്ക്. സോ അന്നു, വെൽക്കം. സോ നമ്മുടെ അന്നു എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അന്നുവിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. സോ അനുവിന്റെ ശരിക്കത്തെ പേരെന്താ, ഒറിജിനൽ നെയിം എന്താ? ആഗ്നേയ ശ്രീ എന്നാണ് അനുവിന്റെ പേര്. അനു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. ക്ലാസ് തുടങ്ങി അനുവിന്? തുടങ്ങിയിട്ടില്ല, രാത്രി തുടങ്ങുള്ളൂ. കാരണം ക്ലാസ് അനുവിന് തുടങ്ങിയിട്ടില്ല. അനു നെക്സ്റ്റ് മന്ത് എന്നല്ലേ ക്ലാസ് തുടങ്ങുള്ളൂ. നമുക്കിപ്പോൾ ഡെയിലി സൺഡേ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡെയിലി ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനുവിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അനുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സൊക്കെ പോകാൻ. കാരണം PKG അവള് ഷൈനിങ് സ്റ്റാർ ഒക്കെ ആയിരുന്നു, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും. അതെനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഓക്കെ. അനുവിന് ആദ്യം ആക്ച്വലി PKG അനുവിന്റെ സ്കൂള് വേറെ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ വേറെ സ്കൂൾ വേറെ സ്ഥലത്തേക്ക് ആയത്. പറയട്ടെ. അതെ. ഓക്കെ. സോ ഞാൻ പറയട്ടെ. സോ അനുവിന്റെ ആദ്യം സ്കൂൾ കുറച്ച് ദൂരെയായിരുന്നു. അതിനുശേഷം നമ്മളെ കോട്ടസിന്റെ അങ്ങോട്ടേക്ക് തന്നെ സ്കൂൾ ഷിഫ്റ്റ് ആയി വന്നു. അപ്പോൾ അതാണ് അനു പറഞ്ഞത് വേറെ സ്കൂളിലൊക്കെ പറഞ്ഞത്. പക്ഷേ സെയിം സ്കൂൾ തന്നെയാണ്. അനു പഠിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കിൻഡർ ഗാർഡനിലാണ് പഠിക്കുന്നത്. ആദ്യം അത് ചെന്നൈയിലെ മൊകപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ അത് അവിടുന്ന് ഷിഫ്റ്റ് ആയിട്ട് അയപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. സോ ഇതാണ് അനുവിന്റെ സ്കൂളിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കാം അനുവിനോട്. അനു LKG വെച്ച് അനുവിന്റെ PKG അനുവിന്റെ ടീച്ചറുടെ പേര് എന്തായിരുന്നു? ക്ലാസ് ടീച്ചറുടെ പേര് അല്ലായിരുന്നോ? കാവ്യ മിസ്. ഓക്കെ. സോ എല്ലാ മിസ്സിനും ഇഷ്ടമാണല്ലേ. ഫ്രണ്ട്സിന്റെ പേരൊക്കെ എന്തൊക്കെയാ? ആലോചിക്കണം ഇത്രയ്ക്ക്. കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. അനു അടിപൊളിയാണ്, നല്ല ആക്റ്റീവ് ഒക്കെയാണ് സ്കൂളിൽ. സോ അനു നമുക്ക് വിശാഖ ഉണ്ടല്ലേ? പിന്നെ വേറെ എന്താ അനു? സോ നമ്പർ എടുക്കാം. അപ്പൊ അന്നു ഇപ്പൊ പറഞ്ഞെന്താ മനസ്സിലായോ? അന്നു പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേറെ ആരെങ്കിലും നമുക്ക് അൺനോൺ പേഴ്സൺ ആരെങ്കിലും ചോക്ലേറ്റ് വല്ലതും തരുവാണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. കാരണം അതെല്ലാവരും ചെയ്യേണ്ട കാര്യം, എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യേണ്ടത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ വിഷമുണ്ട്, പിടിച്ചുകൊണ്ട് പോകും, എന്നിട്ട് കണ്ണ കുത്തി പൊട്ടി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞത്, ആരും അങ്ങനെ കഴിക്കരുത്.
കണ്ട വയറെല്ലാം കുത്തി പൊട്ടിക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പരിചയമില്ലാത്ത ആരെന്ത് എന്നാലും ഒന്നും കഴിക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലേ അന്നു? അങ്ങനെയാ പറഞ്ഞത്, ആരും ഒന്നും കഴിക്കരുത്. പിന്നെ അനുവിന് പിന്നെ നമ്പേഴ്സ് പറഞ്ഞ കുഴപ്പമില്ല, പറഞ്ഞോ. പിന്നെ ABCD പറയാവോ? വെരി ഗുഡ്. പിന്നെ അനുവിന് ഇഷ്ടമുള്ള ഗെയിം ഏതാ? സീസോയാണോ? അതല്ല, താഴെ പോയി സ്ലൈഡിൽ കളിക്കാറില്ലേ, പിന്നെ ഊഞ്ഞാലൊക്കെ ആടാറില്ലേ, അതൊക്കെ പറ. സ്ലൈഡാണോ ഇഷ്ടം? സ്ലൈഡാണ് ഇഷ്ടം അല്ലേ? ഈ ഡ്രസ് ഒരുപാട് ഇഷ്ടമാണ്. സോ ഇനി അനുവിന് അമ്മയുടെ ഒപ്പം നോക്കാം, ബാക്കി അച്ഛൻ പറഞ്ഞോളാം. താങ്ക് യു അനു, ബൈ. ഇനി പിന്നെ കാണാൻ പറ. സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാരെല്ലാം എഴുതാൻ പറയും. അപ്പൊ ഞാൻ എല്ലാം എഴുതും. അപ്പൊ എല്ലാരും എഴുതിയിട്ട് മിസ്സിന്റെ അടുത്ത് കൊടുക്കുമ്പോ മിസ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ബുക്കെല്ലാം ഇവരെ വെച്ച് ബാഗിൽ വെച്ചിട്ട് അപ്പോ ഞാന് ബെല്ലടിക്കുമ്പോ ഞങ്ങളെ എല്ലാ ഫ്രണ്ട്സ് സ്നാക്സ് കഴിക്കും, ഞാനും സ്നാക്സ് കഴിക്കും. അപ്പൊ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എല്ലാം ഉണ്ട്. പിന്നെ അച്ഛനമ്മ ഇവര് പോയി പിന്നെ ഇതെല്ലാം അമ്മ ഈ ഫോട്ടോ അമ്മ വാങ്ങിച്ചതാണ്. ശരി, അതൊക്കെ വിട്. പിന്നെ കാണാം, ബൈ പറ എല്ലാവരോടും. പിന്നെ കാണാം, എല്ലാവർക്കും ബൈ. സോ എല്ലാവരും നമ്മുടെ അനുവിനെ പരിചയപ്പെട്ടു എന്ന് തന്നെ തോന്നുന്നു. അപ്പൊ എന്തായാലും അനു കുറെ നേരം നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അനുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അനുവിനെ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ കമന്റിൽ ഒന്ന് എന്തെങ്കിലും കമന്റ് ചെയ്യുക അനുവിന് വേണ്ടി. അതൊക്കെ അനുവിനെ നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഓൾ ഫോർ സപ്പോർട്ട് ദിസ് വീഡിയോ ത്രൂ ഔട്ട്. ആൻഡ് ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ. സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ അല്ലേ? നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ പറ. അതൊക്കെ പിന്നെ ചലഞ്ചൊക്കെ പിന്നെ. ഓക്കെ, ബൈ 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 ബൈ.